ദിലീപ് യഥാർത്ഥത്തിൽ ആയിരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശസ്തരായ സാമുദായിക നേതാക്കന്മാരും പൊതുപ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ തന്നെ ചടങ്ങിന് എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞു. ഇനി ഏത് സമയത്തും ഉദ്ഘാടനം നമുക്ക് പ്രതീക്ഷിക്കാം. SKN തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ്. പമ്പയിലെ പ്രത്യേക വേദിയിൽ ശബരിമല തന്ത്രി കണ്ഠരര് മഹേശ്വരരാണ് ഈ ദീപം തെളിയിച്ചത്. അല്പസമയത്തിനകം ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഈ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഇതിൽ പങ്കെടുക്കുന്നതിനായി ദേവസ്വം മന്ത്രി VN വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു, IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ എന്നിവരുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് 3500 പേർ പ്രതിനിധികളായി പങ്കെടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചത്. രജിസ്ട്രേഷനെ തുടർന്ന് അല്പസമയത്തിനകം ഭജന ആരംഭിക്കും. അത് ഗായക സംഘത്തിൻ്റെ ഈ അയ്യപ്പ ഭജന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടുകൂടി അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. വിപുലമായ ഒരുക്കങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ്. 3 വേദികളിലായാണ് ഉദ്ഘാടനത്തിന് ശേഷം ചർച്ചകൾ നടക്കുന്നത്. പ്രധാന വേദി തത്വമസിയാണ്. തത്വമസിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനെക്കുറിച്ചുള്ള ചർച്ച തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസർ ബെജൻ S കോത്താരി, ഡോക്ടർ പ്രിയാഞ്ജലി പ്രഭാകരൻ, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ K ജയകുമാർ എന്നിവരായിരിക്കും ഈ ചർച്ച നയിക്കുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ മറ്റൊരു ചർച്ച 2ാം വേദിയിലായിരിക്കും നടക്കുക. അത് ആത്മീയ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചുള്ള സെഷനാണ്. ഇതിൽ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ, ടൂറിസം സെക്രട്ടറി K ബിജു, ട്രാവൽ മാർട്ട് സ്ഥാപകൻ S സ്വാമിനാഥൻ, സോമതീരം ആയുർവേദ ഗ്രൂപ്പ് ചെയർമാൻ ബേബി മാത്യു എന്നിവരായിരിക്കും ഈ സെഷൻ നയിക്കുന്നത്. ശ്രീരാമ സാകേതം എന്നാണ് ആ വേദിക്ക് പേരിട്ടിരിക്കുന്നത്, 2ാം വേദിക്ക്. 3ാം വേദിയിൽ അവിടെ നടക്കുന്ന ചർച്ച ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന വിഷയത്തിലാണ്. ഹിൽ ടോപ്പിലാണ് ഈ 3ാമത്തെ വേദി ഒരുക്കിയിട്ടുള്ളത്. മുൻ DGP ജേക്കബ് പുന്നൂസ്, ADGP S ശ്രീജിത്ത്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ എന്നിവർ ഈ ചർച്ച നയിക്കും. സമീപന രേഖ അവതരിപ്പിക്കുന്നത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യമാണ്. ഇങ്ങനെ 3 സെഷനുകളായി തിരിഞ്ഞ് ശബരിമല വികസനം സംബന്ധിച്ച ചർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 1300 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഏറ്റവും പ്രധാനമായുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. 11:40 സെഷനുകൾ ആരംഭിക്കുന്നതിന് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ സംഗമം നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും പോലീസുമൊക്കെ ഇവിടെ അതീവ ജാഗ്രതയിലാണ്. സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും. കേരള സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. വലിയ വിമർശനങ്ങൾ അന്ന് സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ഈ ശബരിമല വിഷയത്തിലും CPIM നിലപാട് മാറ്റം എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും വിശ്വാസികൾക്കൊപ്പം എന്ന നിലയിലേക്കുള്ള സൂചനകൾ അന്ന് നൽകുകയും ചെയ്തിരുന്നു. അന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീടാന്തരം കയറി ഇറങ്ങിയതൊക്കെ സമീപകാല കേരള ചരിത്രത്തിലുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തന്മാരെ ഒപ്പം നിർത്താനുള്ള തന്ത്രമാണ് CPIMും സർക്കാരും നടത്തുന്നതെന്ന പ്രതിപക്ഷ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. അവിടെ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.